ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ഓഫ് സിമാവി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ ഞാനോ മഹിയേട്ടനോ അങ്ങനെ ആരെങ്കിലും അല്ലേ കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തേതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഞങ്ങൾക്ക് ഒരു ചേച്ചിയുണ്ട്. ഇത് ഞാൻ സിദ്ധാർത്ഥിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല ഡാൻസറാണ്, ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഞങ്ങളുടെ ചേച്ചിയാണെന്ന്. അപ്പോൾ ചേച്ചി നന്നായിട്ട് കുറുക്ക് കാളൻ ഉണ്ടാക്കും. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പം ചേച്ചി ഇത് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം നമുക്ക് പോവാം. ഇതാണ് നമ്മുടെ ചേച്ചി. അപ്പോൾ ഇതാണ് കുറുക്ക് കാളൻ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. കായ നോക്കുമ്പോഴേ കായ ഇങ്ങനെ നടുക്ക് ചെയ്തിട്ട് നമ്മൾ ശർക്കര നോക്കില്ലേ, അതേപോലെ കനത്തിൽ നോക്കുക. ചേന അതേപോലെ വലിയ പീസായിട്ട് നോക്കിയിടും. വെള്ളം ഇരിക്കണ്ട. അപ്പം വെള്ളം മഞ്ഞപ്പൊടി ഇതാക്കണം. പക്ഷെ അല്ലാണ്ട് നമ്മൾ വെള്ളം ഊറ്റൂലേ, ഇങ്ങനെ തിളപ്പിക്കൂല? തിളപ്പിക്കും. എന്നിട്ട് അത് മഞ്ഞപ്പൊടി ഇട്ടൊന്ന് കായുടെ ഇതൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. ചേനയുടെ ഒക്കെ വല്ല അഴുക്കൊക്കെ മഞ്ഞപ്പൊടി പോകാൻ എന്താ പറയുക, വിഷത്തിൻ്റെ ഒക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ പോകാനായിട്ട്. കനത്തിലെ ഇതിൻ്റെ ഉണ്ടായിരിക്കും. ഇങ്ങനെ കഷ്ണമായി വലിയ പീസായിട്ടല്ലേ. വലിയ ഇത്തിരി സ്വല്പം കനത്തിലാവണം, ഇങ്ങനെ ഉടഞ്ഞു. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല ഒന്ന് കഴുകിയെടുക്കുക. അതിൽ ചേനയിലെ കായലിലേക്കുള്ള ഇതിൻ്റെ ഇത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇട്ടിട്ട് മഞ്ഞപ്പൊടി, ഉപ്പ്, ഒരു ശിഖര മുളകും പൊടി മൂടിയിട്ടിട്ട് ഇത് വേവിക്കാം. മഞ്ഞപ്പൊടി ഇട്ടിട്ട് ശിഖര മുളകും പൊടി, ഒരു ടീസ്പൂണോളം ഉപ്പ്. ഇത് പിങ്ക് ഹിമാലയൻ സാൾട്ട് അല്ലേ? എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മടച്ച് വെച്ച് നമുക്ക് വെള്ളം അധികം പാടില്ല. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി അല്ലേ? വേവട്ടെ. ഈ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി നാളികേരം ഫുള്ളിട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ജീരകം. ജീരകം, ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. കുരുമുളക് പൊടി ഇപ്പം അതിലിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അത് വേവിക്കുന്നതിലോ? വേവിക്കണേ. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതിട്ടിട്ട് ഇനി ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ അരച്ചെടുക്കാൻ പാടില്ല, തൈരിൽ അരച്ചെടുക്കണം. കുറേശ്ശെ തൈര് ഒഴിച്ചിട്ട് നല്ല ഇതായിട്ട് അരച്ചെടുക്കണം. കുറേശ്ശെ അരച്ചെടുത്തിട്ട് വരാം. ഇതിലിപ്പോൾ ചേച്ചി ഇട്ടിട്ടുള്ളത് ജീരകം, പച്ചമുളക്, കുരുമുളക് പൊടി, തൈര്. തൈര് ഇപ്പം എത്രയാണ് ചോദിച്ചത്? തൈര് ഇപ്പോൾ 1 ടീസ്പൂണ് ഒഴിച്ചിട്ട് ഇതിങ്ങനെ അരയ്ക്കണം. വെള്ളത്തിൽ ചേർത്തിട്ടില്ല, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്തോണ്ടേ ഇരിക്കണം തൈര്.
ഇത് ഇപ്പോൾ വേവിക്കാൻ വെച്ചാൽ തുറന്ന് നോക്കാം. ഇതിൽ വെള്ളം നല്ലോണം വെച്ച് വരണം, വെള്ളം പാടില്ല, മുഴുവൻ പറ്റണം അല്ലേ? അപ്പോൾ ചേനത് ആവണോ ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ കിടന്നിട്ടൊന്ന് വേറട്ടെ. അടച്ചിട്ട് അപ്പോഴത്തേക്കും ഒന്ന് അരച്ചിട്ട് വരാം. തേങ്ങ നമ്മൾ അരപ്പ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഓക്കെ, ഇപ്പോൾ കണ്ട അതിൽ വെള്ളം വെച്ച് നന്നായിട്ട് വെച്ച് നല്ല വെള്ളം വെച്ച് നമുക്ക് ഈ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് കുറുക്കിയെടുക്കണം. ചേനയും വെന്തു, നല്ലോണം ചേനയും വെന്തു. കണ്ടോ നന്നായിട്ടുണ്ട്. ഫുള്ളായി കുറുക്കിയെടുക്കണം. പിന്നെ ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടേ ഇല്ല, അത് ഫുള്ളും വെള്ളമില്ല, മൊത്തം വെള്ളമില്ലാണ്ട് ഫുള്ളും തേങ്ങ മാത്രം കട്ട. ഇതിൽ ഇനി ഈ വെള്ളം മുഴുവനും പൊട്ടിത്തെറിച്ച് തെറിച്ച് പോകും. തീരണം. അതാണ് ഇതിൻ്റെ ഒരു പണിയുള്ളത്. ഇത് കുറുക്ക് കളയണല്ലേ? മധുരം വേണ്ടവർക്കേ, മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കഷ്ണം വേവിച്ചില്ലേ, പഞ്ചസാര ഇടുവോ? അല്ലല്ല, ശർക്കര. അതിനുശേഷം കുറച്ച് ശർക്കര ഇടാം മധുരം ആവശ്യമുള്ളവർക്ക്. ഇതിപ്പോ അധികം പുളി ഇല്ലേ ഇപ്പൊ ഈ തൈര്, നമ്മളിപ്പോ ഒന്ന് വാങ്ങിച്ചിട്ട് വെക്കല്ലേ ചെയ്തത്. നാളേക്ക് ചിലപ്പോ ഇത് പുളി കുറച്ച് വരും. പിന്നെ മധുരം ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ലേ, പുളി മധുരം. ഇവിടെ വേറെ ഇഷ്ടമില്ല. മഞ്ഞപ്പൊടി ഉള്ള കാരണമാണ് ചിലത് ഇങ്ങനെ കുറുക്കിക്കാനുള്ള പച്ച കളർ വരും. മഞ്ഞളിടാണ്ടോ? മഞ്ഞളിടാണ്ട് അല്ല, മഞ്ഞൾ ഇട്ടിട്ട് പച്ചമുളക് തരി മഞ്ഞളാവുള്ളൂ. പിന്നെ ചിലപ്പോൾ നല്ലോണം പച്ചമുളകൊക്കെ ചേർത്ത് വരുമ്പോൾ കുറുക്കി വരക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ലോണം പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അപ്പൊ പിടിക്കണം. അപ്പം നമ്മൾ ഇങ്ങനെ ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇനി കയ്യിൻ്റെ കാര്യത്തിൽ പൊട്ടിക്കുന്നുണ്ട്, തെറിക്കും. കൈ ഇളക്ക, എന്താ പറയുക, കൈ വിടാണ്ട് ഇളക്കുക പറയില്ലേ, അങ്ങനെ ഇളക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കും. കൈ വിടാണ്ട് ഇളക്കണം. കഴിയുമല്ലേ? ഫ്ലെയിം മീഡിയത്തിലാ? ഫ്ലെയിം മീഡിയം ഇട്ടിട്ട് ഇനിയിപ്പോൾ മീഡിയം ആക്കാം. നല്ലോണം കുറച്ചല്ലേ? സ്ലോലാക്കി, അതായത് ഒന്ന് ഇതാവണ വരെ, വറ്റി വരുന്നവരെ ഒന്ന്. ഇനി എന്നിട്ട് ഇത് നല്ലോണം വറ്റിച്ചെടുക്കണം. കുറച്ച് ഫ്ലെയിം കൂട്ടുമ്പോൾ അരപ്പിനാണ് ഇതിൽ പ്രാധാന്യമില്ല. വെച്ച് വരുന്നുണ്ട്. ഇനി നല്ലോണം ഒന്നും കൂടെ ഒന്ന് വെറ്റി കഴിഞ്ഞാലേ ചട്ടിയിൽ നിന്ന് അങ്ങനെ വിട്ട് വരുന്ന വിധത്തിൽ വരും. നമ്മൾ ബീഫെല്ലാം വരട്ടിയെടുക്കണം. ഫുള്ള് വെള്ളം കണ്ട. ഇപ്പോഴായി. നമുക്ക് ഇനി ഗ്യാസ് ഓഫാക്കാം. ഇത് പിടിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട. അങ്ങനെ ഗ്യാസ് ഓഫാക്കാം. വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. 3 ടേബിൾ സ്പൂൺ അല്ലേ? ഉദ്ദേശം കൊണ്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുക് എത്രയാ? കടുക് 1 ടീസ്പൂൺ. ഗ്യാസ് ഒന്ന് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടിച്ചതിന് ശേഷം പൊട്ടിത്തെറിക്കുന്നുണ്ട്.
പിന്നെ ഇതിലേക്ക് ഒരു 3 വറ്റൽ മുളക് പൊട്ടിച്ചത്, വേപ്പില വേപ്പിലുണ്ട്, ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. നല്ലോണം മിക്സ് ചെയ്യാം. ഇതാണ് കുറുക്കാളൻ. കാളൻ കുറുക്കിയത് എന്ന് പറയും. ഇതിന്ന് 2 ദിവസം 3 ദിവസം ഇരുന്നാലും ഇത് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും ചൂടാക്കി എടുത്ത് കഴിക്കാം. ഇത്തിരി പുളി ഇങ്ങനെ മോരാണ് ഇതിൽ പുള്ളി, അപ്പം അത് മോരിൻ്റെ ഒരു പുളിപ്പ് കയറി വരും. അതിപ്പോൾ 2-3 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പുളിപ്പിൻ്റെ ഒരു ഇത് വരും. അതുകൊണ്ട് നിറയെ കുഴപ്പമില്ല. നമ്മുടെ കളഞ്ഞതിന് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലൈഫ് ഓഫ് സിമാവി ഒന്ന് ഫോളോ ചെയ്യണേ. മറ്റൊരു വീഡിയോയായി മറ്റൊരു ദിവസം കാണുന്നതുവരെ ടേക്ക് കെയർ.